നിലിമ ഈ 102 സീറ്റ് ഒക്കെ നേടി ആഘോഷമായിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ഇത് എപ്പോൾ അറിയാൻ പറ്റും വകുപ്പുകൾ? എന്തിനാണ് ഫിഷറീസ് വകുപ്പിനായി കടിപിടി? വ്യവസായം, IT, പൊതുമരാമത്ത് തുടങ്ങിയ കുത്തക വകുപ്പുകൾ ഇതിനകം തന്നെ മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്ത് കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തിനാണ് ഈ ഫിഷറീസ് വകുപ്പിനായി കടിപിടിക്കുന്നത്? ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? അതിൽ ലീഗിന്റെ ഒരു ഇടപെടലാണ് വളരെ കൃത്യമായി അതിൽ പറഞ്ഞു പോകേണ്ടത്. കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുന്നത് 11ാമത്തെ ദിവസമാണ്. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുന്നിൽ വന്നതാണ്. ലീഗിന്റെ വളരെ കൃത്യമായ ഒരു അപ്രമാദിത്വം അതിൽ വന്നു. ലീഗിന്റെ പിടിവാശിയായിരുന്നു VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നത്. ഇപ്പോൾ ഈ വിഭജനം, വകുപ്പ് വിഭജനം, ഫിഷറീസ് എന്ന് പറയുന്ന ഒരേ ഒരു വകുപ്പിൽ തട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഫിഷറീസ് തന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാം എന്നതാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു പ്രശ്നത്തെ മറ്റൊരു കണ്ണിലാണ് കാണുന്നത്. അതൊരു പക്ഷേ രഞ്ജിത്ത് അമ്പാടി ഒരുപക്ഷെ അതിന്റെ എതിരായ ഒരു സമീപനം ഒരുപക്ഷെ അതായത് നമ്മുടെ കടൽ തീരത്തിന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിന്റെ 590 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ കടൽ തീരം കൃത്യമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് വഴിമരുന്നിട്ട ഇടങ്ങളാണ്. ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ടത് മാറാട് കലാപമാണ്. മാറാട് കലാപം എന്തിന്റെ പേരിലായിരുന്നു നടന്നു എന്നത് അന്ന് ഹോർമിസ് തരകൻ അന്വേഷണ കമ്മീഷണറായി വന്ന DGP ആയിരുന്ന ഹോർമിസ് തരകൻ പിന്നീട് ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാറാട് പ്രദേശത്ത് നിന്നും അവിടുത്തെ ഹൈന്ദവ ജനവിഭാഗത്തെ ഓടിക്കലായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ചില അജണ്ടകളുടെ ഭാഗമായി, അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇടപെടലുകളുടെ ഭാഗമായി മാറാട് പ്രദേശത്ത് നിന്നും അവിടുത്തെ ഹൈന്ദവ ജനവിഭാഗത്തെ അരയ സമുദായത്തെ ഓടിക്കലായിരുന്നു ആ മാറാട് കലാപത്തിന്റെ ഒരു ലക്ഷ്യം. ഏറ്റവും അടുത്ത് നമ്മളൊരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ വഖഫിന്റെ പേരിൽ മുനമ്പത്ത് നടന്ന കലാപം എന്തായിരുന്നു? മുനമ്പത്ത് നടന്ന പ്രശ്നം എന്തായിരുന്നു? അവിടെയും ഒരു വിഭാഗത്തെ മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കലായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അവിടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. ഈ മുനമ്പം ഈ ഒരു കൊച്ചിയിലെ ഒരു തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വിസ്മൃതിയിലേക്ക് പോയൊരു സംഭവം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പൊക്കിയെടുക്കുകയാണ്. അത് നമ്മുടെ സുരക്ഷാ പ്രശ്നവുമായി, ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ശ്രീലങ്കക്കാർ ഉൾപ്പെടെ ഇവിടെ നിന്നും ഒരു ബോട്ടിൽ കയറി ഓസ്ട്രേലിയയിലേക്ക് പോയൊരു സംഭവം അങ്ങ് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. മനുഷ്യക്കടത്ത് നടന്നു. ഇതിൽ ഇവർ പോയി എന്നുള്ളത് ഈ വിലയ്ക്ക് വാങ്ങിയ ഒരു ബോട്ടിലാണ് ഇവരെല്ലാവരും കൂടി പോകുന്നത്. പക്ഷെ ഇവർ ഇങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. അവരുടെ ആ തീരത്തു നിന്ന് ലഭിച്ച അവരുടെ ബാഗ്, ചില സാധന സാമഗ്രികൾ, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇവർ തീരദേശം വഴി ഈ മനുഷ്യക്കടത്ത് നടന്നു എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ലീഗിന് വളരെ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ കടൽ തീരങ്ങൾക്ക് കൃത്യമായ ജാതിയുണ്ട്, മതമുണ്ട്. ലത്തീൻ കടലും മുസ്ലിം കടലും എന്ന് പറയുന്ന ഒരു പ്രതിഭാസമൊക്കെ തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നതാണ്. ഈ വിഴിഞ്ഞം കലാപത്തെ തുടർന്ന് ഇപ്പോഴും നോ മാൻസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമില്ലേ? അപ്പോൾ ലീഗിന്റെ ലക്ഷ്യം രഞ്ജിത്ത് അമ്പാടി പറഞ്ഞതുപോലെ വിഴിഞ്ഞം മാത്രമൊന്നുമല്ല, അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായുണ്ട്. ലീഗിന്റെ പിന്നിൽ ഇപ്പോഴുള്ളത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള, SDPI പോലുള്ള, വെൽഫെയർ പാർട്ടി പോലുള്ള വലിയ കക്ഷികളാണ് മുസ്ലിം ലീഗിന്റെ ഒപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ആ അപകടം ഒരുപക്ഷെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടാകണം. കൊടുക്കാൻ പറ്റില്ല എന്നല്ലേ കോൺഗ്രസ് പറയുന്നത്? അതെ, ഇതിന്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, കോൺഗ്രസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ ലീഗ് കടുംപിടുത്തം പിടിക്കുന്നതിന് പിന്നിലെ കാര്യം എന്താണ്? അവർക്ക് കൃത്യമായ രാഷ്ട്രീയം ഇക്കാര്യത്തിലുണ്ട്, അതിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ലീഗ് മനുഷ്യക്കടത്ത് നടത്താനും കലാപം ഉണ്ടാക്കാനുമാണ്. ഇത് മനുഷ്യക്കടത്ത് നടത്താനാണോ അതോ കലാപം ഉണ്ടാക്കാനോ അതോ ഏതെങ്കിലും ഈ മത്സ്യബന്ധന
ഹാർബറുകൾ പിടിച്ചെടുക്കാനാണോ? എന്താണ് ഉദ്ദേശം? അത് ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ മാത്രമാണ് ഞാൻ ഉന്നയിച്ചത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇതിന് ചില മുൻ മാറാട് കലാപം ഉണ്ടായത്, ഈ മുനമ്പത്ത് പ്രശ്നങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിലെ താല്പര്യം എന്തായിരുന്നു? ആ താല്പര്യം വെച്ച് നോക്കുമ്പോഴാണ് തീരപ്രദേശം കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായ ലക്ഷ്യങ്ങൾ ലീഗിനുണ്ട്. അപ്പോൾ ഫിഷറീസ് വകുപ്പ് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ആ വകുപ്പ് കയ്യിലുണ്ടെങ്കിൽ ഈ 590 കിലോമീറ്റർ വരുന്ന കേരളത്തിന്റെ തീരദേശ മേഖല ആരുടെ കൈകളിലാകും? അതിൽ എന്തെല്ലാം നടത്താം? നീലിമ, എന്നാണ് ഈ ഫിഷറീസ് വകുപ്പ് ഇത്രത്തോളം പ്രാധാന്യമുള്ളതും ഇത്രത്തോളം ഈ സമയത്ത് മാത്രമാണ്? ഫിഷറീസിന് വേണ്ടി ഇത്ര വലിയ കടുംപിടുത്തം നടന്നിട്ടുള്ളത് ഈ സമയത്താണ്. ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ തീവ്രവാദമോ എന്നുള്ളതല്ല. സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്താണ് കാര്യം?